ഹായ് ഗൈസ്, വെൽക്കം ബാക്ക്. അപ്പോൾ ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് ഇപ്പോൾ സെലക്ഷൻ കോൺട്രാക്റ്റും കാര്യങ്ങളൊക്കെ കൊണ്ടുവന്നിട്ടുണ്ടല്ലോ. അപ്പോൾ അതിൽ നിന്ന് ആരെയൊക്കെ എടുക്കണം എന്നാണ്. അപ്പോൾ ഈ ഒരു വീഡിയോ കണ്ടു കഴിഞ്ഞാൽ തന്നെ കുറേ പേർക്ക് കൺഫ്യൂഷനും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. ഇപ്പോൾ ഇതിൽ നിന്ന് തന്നെ 7 പ്ലേയേഴ്സ് ഉണ്ട്. അപ്പോൾ ഈ 7 പ്ലേയേഴ്സിൽ നിന്ന് ആരെയൊക്കെ എടുക്കുന്നത് കുറേ പേർക്ക് കൺഫ്യൂഷനും കാര്യങ്ങളൊക്കെ കാണും. ഈ ഒരു വീഡിയോ കണ്ടു കഴിഞ്ഞാൽ എന്തായാലും കൺഫ്യൂഷനും മാറി നിങ്ങൾക്ക് വേണ്ട പ്ലെയറെ തന്നെ നിങ്ങളുടെ സ്ക്വാഡിൽ ആവശ്യമുള്ള ഒരു വെർത്തായിട്ട് യൂസ് ചെയ്യാൻ പറ്റിയ ഒരു കാർഡ് തന്നെ ആയിരിക്കും നിങ്ങൾക്ക് ചൂസ് ചെയ്യാൻ പറ്റുന്നത്. ഇപ്പോൾ ഈ ഒരു വീഡിയോ മുഴുവനായിട്ട് കാണാൻ ശ്രമിക്കുക. അപ്പോൾ ഇതിൽ കൂടി ഞാൻ ആരെ എടുക്കണേന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ വീഡിയോയിലോട്ടേക്ക് കിടക്കുന്നതിന് മുമ്പ് വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. പിന്നെ ഇൻസ്റ്റാഗ്രാമിൽ ഫോളോ ചെയ്യാത്തവരൊന്ന് ഇൻസ്റ്റാഗ്രാമിൽ കയറി ഫോളോ ചെയ്തേക്കാം. ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. അപ്പോൾ ആദ്യം നമുക്ക് ഈ പ്ലേയേഴ്സിൻ്റെ സ്റ്റാറ്റ്സും കാര്യങ്ങളൊക്കെ എടുത്തു നോക്കാം. അത് കഴിഞ്ഞിട്ട് നിങ്ങൾ ആരെയൊക്കെ എടുക്കണം എന്നൊക്കെ പറയാം. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് സ്റ്റാറ്റ്സ് വെക്കാം. ആദ്യം നമുക്ക് സാബി അലോൺസോനെ എടുത്തു നോക്കുകയാണെങ്കിൽ 183 ഹൈറ്റും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഒരു ഓർക്കസ്ട്രേറ്ററാണ്. അപ്പോൾ സ്റ്റാറ്റ് വൈസ് നോക്കുകയാണെങ്കിൽ ഒരു കിടിലൻ കാർഡാണ് കേട്ടോ. ഓർക്കസ്ട്രേറ്ററിൻ്റെ ഒരു സീൻ കാർഡെന്ന് വേണമെങ്കിൽ പറയാം. നല്ല രീതിക്ക് ഡിഫെൻസും പാസിങ്ങൊക്കെ നോക്കിയാൽ ഒരു കിടിലൻ പാസിംഗ് ആയിരിക്കും. ഒരു ത്രൂ ഒക്കെ ഇട്ട് കഴിഞ്ഞാൽ തന്നെ നല്ല രീതിക്ക് ബോളൊക്കെ കിടിലായിട്ട് എടുക്കാൻ പറ്റും. അപ്പോൾ ഡിഫെൻസിങ് ആയാലും പിന്നെ സ്പീഡ് ഇച്ചിരി കുറവാണ്, പക്ഷെ അത് കുഴപ്പമില്ല. ഒരു DMF ഓർക്കസ്ട്രേച്ചർ DMFന് വേണ്ട സ്പീഡും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഫിസിക്കൽ കോണ്ടാക്റ്റ് ഉണ്ട്. അപ്പോൾ എല്ലാം ഒരു ബാലൻസ് നല്ല അത്യാവശ്യം കുഴപ്പമില്ലാത്ത രീതിയിൽ കൊടുത്തിട്ടുണ്ട്. അപ്പം ഈ സാബി അലോൺസോണ്ട് ഈ ഒരു കാർഡ് പുറത്ത് കാർഡ് തന്നെയാണ് പറയുന്നത്. നല്ലൊരു ഓർക്കസ്ട്രേറ്റർ. ഇപ്പം തൂക്കിയൊക്കെ ആണെങ്കിൽ അത്രയ്ക്കും വെറുത്താണ്. കിക്കും പവറും ലോ പാസും ഇല്ലാണ്ട്. ആൽബർട്ട് ഫെറിൻ്റെ ഹൈറ്റ് 170. ഡിസ്ട്രോയർ കാർഡാണ്. അപ്പോൾ ആളുടെ നെഗറ്റീവ് എന്ന് പറയുന്നത് തന്നെ ഹൈറ്റാണ്. സ്റ്റാറ്റ് വൈസ് നോക്കുകയാണെങ്കിൽ ആൾ ഒരു ഡീസൻറ്റ് കാർഡ് തന്നെയാണ് സ്റ്റാറ്റ് വൈസ് നോക്കുക. പക്ഷേ ആളുടെ ഹൈറ്റ് 170. കന്നവാര് കുറേ ആൾക്കാരുടെ കാണാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ ഇതെടുക്കേണ്ടെന്നായിരിക്കും ഞാൻ പറയുന്നത്. പിന്നെ അടുത്തത് സെനേറ്റ്. നല്ലൊരു CB ഇല്ലാത്തവർക്ക് കുഴപ്പമില്ല കേട്ടോ അത്. പക്ഷേ ഇപ്പുറത്ത് കിടക്കുന്ന ബിൽഡപ്പ് ഹൈറ്റ് നല്ലൊരു ഹൈറ്റുള്ള പ്ലെയർ ആണെങ്കിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ ആ ഒരു ഫെറാറിനെ എടുക്കാം. കുഴപ്പമില്ല, നല്ലൊരു കാർഡ് തന്നെയാണ് ആ ഫെറാറിൻ്റെത്. സെനേറ്റിൻ്റെ ഒക്കെ ആണെങ്കിൽ 178 ഹൈറ്റ് ഉണ്ട്. അറ്റാക്കിംഗ് ഫുൾ ബാക്കാണ്. അപ്പോൾ നിങ്ങളിപ്പോൾ ഡിഫെൻസീവ് ഫുൾ ബാക്ക് നിങ്ങളിപ്പോൾ 2 ഡിഫെൻസീവ് ഫുൾ ബാക്കാണ് ഉപയോഗിക്കണമെങ്കിൽ ഒരെണ്ണം അത്രയ്ക്ക് സെറ്റ് അല്ലെങ്കിൽ ഇതിനെടുത്തിട്ട് ഇൻഡിവിജ്വൽ ഇൻസ്ട്രക്ഷനിൽ പോയി ഡിഫെൻസ് ഇട്ടാൽ മതി. അപ്പോൾ സ്റ്റാറ്റ്സ് നോക്കുകയാണെങ്കിൽ ഒരു സീൻ കാർഡ് തന്നെ ആണെങ്കിൽ ഒരു അറ്റാക്കിംഗ് ഫുൾ ബാക്കിൽ പൊസിഷൻ ബെസ്റ്റ് LB എന്ന് വേണമെങ്കിൽ പറയാം. അങ്ങനത്തെ ഒരു സ്റ്റാറ്റ്സും കാര്യങ്ങളും കൊടുത്തിട്ടുണ്ട്. നല്ല രീതിക്ക് ആയാലും ഡിഫെൻഡിങ്ങും അറ്റാക്കിങ്ങും ഒരേപോലത്തെ ആരാണ് ഒരു കാർഡാണ്. അപ്പോൾ ക്രോസിങ്ങിനായാലും എല്ലാത്തിനും ഒരു ബെറ്റർ കാർഡ് തന്നെയാണ് സെനാറ്റി നല്ലൊരു ഓപ്ഷൻസാണ്. പിന്നെ അടുത്ത് നോക്കുകയാണെങ്കിൽ ഒലിവർ കാൻ. അപ്പോൾ ഈ ഒലിവർ കാൻ്റെ പ്രശ്നം എന്താ വെച്ചാൽ 158 ഹൈറ്റ്. 190 മുകളിലൊക്കെ ഉണ്ടായിരുന്നെങ്കിൽ ഇച്ചിരി കൂടി ഓവറാക്കായിരുന്നു. പക്ഷേ 158 ഉള്ളൂ. അത് ഇച്ചിരി ശോകമാണ്. പിന്നെ സ്റ്റാറ്റ്സ് എടുത്ത് നോക്കുകയാണെങ്കിൽ ഇപ്പോൾ ഈ അടുത്ത് കൊണ്ടുവന്ന ഒലിവർ കാൻ്റെ അത്രയും ഒരു സ്റ്റാറ്റ്സും കാര്യങ്ങളൊന്നും ഇല്ല. പിന്നെ പറയാൻ പറ്റില്ല, കളിപ്പിച്ച് നോക്കുമ്പോൾ ഒലിവർ കാൻ്റെ പെർഫോമൻസൊക്കെ അറിയാൻ പറ്റുള്ളൂ. പിന്നെ സ്പെഷ്യൽ സ്കില്ലും കാര്യങ്ങളൊക്കെ കൊണ്ടുവന്നിട്ടാണ് ആഡ് ചെയ്തേക്കുന്നത്. അപ്പോൾ അത്ര ഇച്ചിരിയും കൂടി സ്റ്റാറ്റ്സ് കൂടുതലും കൊടുക്കായിരുന്നു. ഈ ഒലിവർ കാൻ്റെ ആട് കുഴപ്പമില്ലെന്ന് തന്നെ പറയാം. നല്ലൊരു ഗോൾ കീപ്പർക്ക് ഇല്ലാത്തവർക്കൊക്കെയാണ് എടുക്കുക. ഒട്ടും നല്ല ഗോൾ കീപ്പറൊക്കെ ഇല്ലാത്തവർ, ഇച്ചിരിയെങ്കിലും നല്ല ഗോൾ കീപ്പർ ഉള്ളവർ അത് എടുക്കണ്ടായിരിക്കും. എടുത്ത് നോക്കുകയാണെങ്കിൽ ഫിയോറ. ഇതൊരു ഈസി ടു യൂസ് കാർഡാണ്, ഹോൾ പ്ലെയർ കാർഡ്. അപ്പോൾ ഒരു ഒരു ബാലൻസ് സ്റ്റാറ്റ്സും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അത്ര ടോപ്പ് AMF കാർഡാണെന്ന് പറയാനൊന്നുമില്ല. അപ്പോൾ നിങ്ങളുടെ തന്നെ മിക്ക ആൾക്കാരുടെയും പ്ലെയർ ഓഫ് ദി വീക്കിൽ 2-3 ഹോൾ പ്ലെയർ കാർഡൊക്കെ കാണാൻ ചാൻസ് ഉണ്ടാവും. അപ്പം അങ്ങനെയുള്ളവർ ഇത് എടുക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ കുറേ ഹോൾ പ്ലെയർ കാർഡ് കാണും. അപ്പോൾ ഇത് അത്ര ടോപ്പല്ല, പക്ഷെ എന്നാലും ഹോൾ പ്ലെയർ കാർഡ്സ് ആർക്കും ഒട്ടും ഇല്ലാത്തവർക്കൊക്കെ ആണെങ്കിൽ സെറ്റാണ്. നല്ല രീതിക്ക് ബോൾ കൺട്രോളും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. എടുത്ത് നോക്കുകയാണെങ്കിൽ മഷാറോൻ്റെ കാർഡ് എടുത്ത് നോക്കുകയാണെങ്കിൽ 179 ഹൈറ്റ് കൊടുത്തിട്ടുണ്ട്. ഫോക്സിൻ്റെ ബോക്സാണ്. അപ്പോൾ അതാണ് ഇച്ചിരി പ്രശ്നം. സ്റ്റാറ്റ് വൈസ് നോക്കുകയാണെങ്കിൽ ആളൊന്നും പറയാനില്ല, ഒരു സീൻ കാർഡ് തന്നെയാണ്. ഒഫൻസിങ് അവയർനെസ് ആയാലും ബോൾ കൺട്രോൾ ആയാലും സ്പീഡായാലും ഒന്നും പറയാനില്ല, ഒരു എജ്ജാതി കാർഡ് തന്നെയാണ്. പക്ഷേ ഫോക്സിൻ്റെ ബോക്സ് എല്ലാവർക്കും ഉപയോഗിക്കാൻ പറ്റിയെന്ന് വരില്ല. അപ്പോൾ ഫോക്സിൻ്റെ ബോക്സൊക്കെ ശീലമായിട്ട് ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നവർക്കൊക്കെ ആണെങ്കിൽ ഈ ഒരു കാർഡ് ഒന്നും പറയാനില്ല, ചുമ്മാ സീൻ കാർഡായിരിക്കും.
മഷാറോൻ്റെ ഈ ഒരു കാർഡ്. പിന്നെ അടുത്ത് നോക്കുകയാണെങ്കിൽ ഇൻസാഗി 189 ഹൈറ്റ് ഉണ്ട്. ഗോൾ പോച്ചർ കാർഡ് എടുത്ത് നോക്കുകയാണെങ്കിൽ ഒരു സീൻ കാർഡും കാര്യങ്ങളൊക്കെ തന്നെയാണ്. നല്ല കുഴപ്പമില്ലാത്ത രീതിയിൽ ബോൾ കൺട്രോൾ എടുത്തിട്ടുണ്ട്. CF കൊണ്ട് ബോൾ കൺട്രോൾ എടുത്തിട്ടുണ്ട്. അവയർനെസ് നല്ല രീതിയിൽ കൊടുത്തിട്ടുണ്ട്. പിന്നെ സ്പീഡുണ്ട്, ഫിനിഷിംഗ് ഉണ്ട്, എല്ലാം ഉണ്ട്. അപ്പോൾ ഈ കാർഡ് നോക്കുകയാണെങ്കിൽ ഒരു ഡീസൻറ്റ് കാർഡ് തന്നെയാണ് ഇൻസാഗിൻ്റെ ഈ ഒരു കാർഡും. അത്ര ടോപ്പ് CF ഒന്നുമല്ല. ഈ മൈക്കിളോവൻ അത്ര ഒന്നും എത്തൂല, പക്ഷെ എന്നാലും ഇൻസാഗി ഒരു സീൻ കാർഡ് തന്നെയാണ്. അപ്പം പിന്നെ ഇതിൽ നിന്ന് നിങ്ങളിപ്പോൾ ആരെയൊക്കെ എടുക്കണം എന്നാണ് ഞാൻ പറയാൻ പോണത്. അപ്പോൾ നിങ്ങളുടെ സ്ക്വാഡ് ആദ്യം എടുക്കുക. ആദ്യം സ്ക്വാഡ് എടുത്തിട്ട് നിങ്ങൾക്ക് ഏത് പൊസിഷനിൽ ഏത് പ്ലെയറാണ് വേണ്ടത് നോക്കുക. അപ്പോൾ അതിലിപ്പോൾ CB വന്നിട്ടുണ്ട്, RMF വന്നിട്ടുണ്ട്, അത് AMF കളിപ്പിക്കാം. പിന്നെ 2 CF വന്നിട്ടുണ്ട്, MF വന്നിട്ടുണ്ട്, പിന്നെ LB വന്നിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഉദാഹരണത്തിന് എൻ്റെ സ്ക്വാഡ് ഇപ്പോൾ കാണിച്ചു തരാം. എൻ്റെ സ്ക്വാഡിൽ ഇപ്പോൾ ആരെ ആവശ്യമെന്ന് കാണിച്ചു തരാം. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് CB നോക്കാം. CB നോക്കുമ്പോൾ എൻ്റെ തന്നെ ഇവിടെ ഈ കന്നവാര കിടപ്പുണ്ട്. പടക്കം പൊട്ടിക്കാനുള്ള ഇവിടെ ഈ കന്നവാര കിടപ്പുണ്ട്. അപ്പോൾ ഈ കന്നവാര കിടക്കണോണ്ട് എനിക്ക് അവൻ്റെ ആവശ്യമില്ല, ആൽബർട്ട് ഫെറാറിൻ്റെ ആവശ്യം വന്നില്ല. അപ്പോൾ ഈ കന്നവാരവനെ ഞാൻ എടുത്താണ് സെലക്ഷൻ കോൺട്രാക്ട് ചെയ്യുന്നത്. അപ്പോൾ 126 ആയിട്ടുണ്ട്. ഒരു കുഴപ്പമില്ലാത്തൊരു സീൻ കാർഡ് തന്നെയാണ്. പക്ഷെ ഇപ്പുറത്ത് കിടക്കുന്ന ആൾ ഞാൻ പറയില്ല, ഹൈറ്റ് വേണം. ഇച്ചിരി ഹൈറ്റ് കുറവാണ്. ഇപ്പുറത്ത് കിടക്കുന്ന ആൾ എന്തായാലും ഹൈറ്റ് വേണം. അതുകൊണ്ടാണ് ഞാൻ ഇവിടെ വാൻഡേക്കിനെ പിടിച്ചിട്ടേക്കണത്. അപ്പോൾ ആൽബർട്ട് ഫെറാറിനെ എനിക്ക് ആവശ്യമില്ല. പിന്നെ LB സനേറ്റീൻ്റെ എടുത്ത് നോക്കുകയാണെങ്കിൽ എനിക്കിത് ഇവിടെ കസേരസ് എടുപ്പുണ്ട്. അപ്പോൾ 1011 മാച്ചും കാര്യങ്ങളൊക്കെ ആളെ വെച്ച് കളിപ്പിച്ചിട്ടുണ്ട്. അപ്പോൾ അത്രയ്ക്കൊരു സെറ്റ് കാർഡാണ്. രണ്ടിൻ്റെയും കമ്പാരിസൺ എടുത്ത് നോക്കുമ്പോൾ വലിയ വ്യത്യാസമൊന്നും വരല്ല. ഒരു സൈഡ് ഇയാൾ കൂടുതൽ, ഒരു സൈഡ് ഇയാൾ കൂടുതൽ, അങ്ങനെയാണ് തന്നെ. അപ്പോൾ ഈ കസേരാസ് ഉള്ളതുകൊണ്ട് എനിക്ക് സനേറ്റീനെ ആവശ്യമില്ല. അപ്പോൾ പിന്നെ അടുത്ത് നോക്കുകയാണെങ്കിൽ ഗോൾ കീപ്പർ നോക്കുകയാണെങ്കിൽ ഈ കോർട്ടേഴ്സിനെ ഞാൻ എടുത്ത് നോക്കി. ഞാൻ ആദ്യം വിചാരിച്ച് ഒലിവർ ഖാൻ എടുക്കാനാണ്. പക്ഷേ കമ്പാരിസൺ നോക്കിയപ്പോൾ അത്രയ്ക്കും വലിയ വ്യത്യാസമൊന്നും വന്നില്ല. അവയർനെസ്സിൽ എന്തോ 2-3 പ്ലസ് അങ്ങനെ എന്തോ വരണുള്ളൂ. അപ്പോൾ അതുകൊണ്ട് എനിക്ക് ഒലിവർ ഖാനെയും വേണ്ട. പിന്നെ CF എടുത്തു നോക്കുകയാണെങ്കിൽ ഇൻസാഗി. ഞാൻ എന്തായാലും മഷാറോനെ എടുക്കുള്ള, ഫോക്സിൻ്റെ ബോക്സാണ് എനിക്ക് പറ്റില്ല, അതുകൊണ്ട് എടുക്കുള്ള. പക്ഷേ ഫോക്സിൻ്റെ ബോക്സ് കളിക്കാൻ അറിയാവുന്നവർക്ക് സീൻ കാർഡ് തന്നെയാണ്. പിന്നെ ഇൻസാഗി എടുക്കണമെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്തായാലും ഭാവിയിൽ ഇച്ചിരിയും കൂടി ഇൻസാഗിനേക്കാളും സീൻ കാർഡ്സ് കൊണ്ടുവരാൻ നല്ല ചാൻസ് ഉണ്ട്. പിന്നെ ഇപ്പോൾ തന്നെ ഈ ദിയോഫ് ഉണ്ട്, പിന്നെ ഈ സുനിൽ ഛേത്രി ഉണ്ട്, ഹാളൻഡ് ഉണ്ട്, റോൾസ് ഉണ്ട്. ഇങ്ങനത്തെ അത്യാവശ്യം ഒരു സുനിൽ ഛേത്രിൻ്റെയും ദിയോഫിൻ്റെ കാർഡെന്നൊക്കെ പറഞ്ഞൊരു സീൻ കാർഡാണ്. വിത്ത് ഫിനോമിനൽ ഫിനിഷിങ് സ്കില്ലും. അപ്പോൾ ഇൻസാഗിക്കും ഉണ്ട്. പക്ഷേ ഇത് ഇച്ചിരി രണ്ട് കമ്പാരിസൺ ചെയ്തൊക്കെ നോക്കുമ്പോൾ അത്ര വലിയ വ്യത്യാസവും കാര്യങ്ങളൊന്നും വരില്ല. അപ്പോൾ ഇപ്പോൾ നോക്കുകയാണെങ്കിൽ DMF എനിക്കിപ്പോൾ ആവശ്യമുള്ളതൊരു ഓർക്കസ്ട്രേച്ചർ DMF ആണ്. ഇപ്പോൾ ക്യാൻഡി ഉണ്ട്, എൻ്റെ ഒരു ബോക്സ് ടു ബോക്സ് ആണ്. പക്ഷെ ആളിപ്പോൾ വലിയ ഫോമും അല്ല. പിന്നെ സ്റ്റാറ്റ്സും കമ്പാരിസണൊക്കെ നോക്കുമ്പം ഡിഫെൻഡിങ്ങിൻ്റെ കാര്യത്തിൽ രണ്ടുപേരും ഒരേപോലെയാണ്. പക്ഷേ ഈ പാസിങ്ങും ഫിനിഷിങ്, ഈ പൊക്കത്തെയും ഡിഫെൻഡിങ് ഒഴിച്ച് ബാക്കി എല്ലാ കാര്യത്തിലും ഷാബി അലോൺസോ നന്നായിട്ട് മുന്നിലാണ്. അപ്പോൾ കമ്പാരിസൺ ചെയ്ത് നോക്കുമ്പോൾ ഡിഫെൻഡിങ് ഒഴിച്ച് ബാക്കി എല്ലാ കാര്യത്തിലും ഷാബി അലോൺസോ മുമ്പിലാണ്. ഡിഫെൻഡിങ്ങിൽ രണ്ടുപേരും സെയിമാണ്. അപ്പോൾ എനിക്കിപ്പോൾ ആവശ്യമുള്ളതൊരു DMFനാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ ഷാബി അലോൺസോയിലായിരിക്കും പോകാൻ പോണത്. ഇപ്പോൾ എല്ലാവരും പോയി ഷാബി അലോൺസോനെ എടുക്കാൻ നിൽക്കരുത്. അപ്പോൾ നിങ്ങളുടെ സ്ക്വാഡ് എടുക്കാനായപ്പോൾ നോക്കിയതുവരെ നോക്കുക ഏതൊക്കെ കാർഡ്സ് ഉണ്ട്. ഇപ്പോൾ കന്നാരവും കസേരാസൊക്കെ ഉള്ളവർ അത് സനേറ്റീനെയും ഫെററിനെയൊന്നും എടുക്കേണ്ട ഒരു ആവശ്യമില്ല. അപ്പോൾ അങ്ങനെ നോക്കി നിങ്ങളുടെ സ്ക്വാഡിൽ ഏത് പൊസിഷനിലാണ് ഏത് പ്ലെയർ വേണ്ട പൊസിഷനിൽ എടുക്കുക. അപ്പോൾ നല്ലൊരു കാർഡ്സും കാര്യങ്ങളൊക്കെയാണ് കൊണ്ടുവന്നേക്കുന്നത്. പിന്നെ നിങ്ങൾ ഈ സെലക്ഷൻ കോൺട്രാക്റ്റ് പ്ലെയർ എടുക്കുന്നതിന് മുമ്പ് ഈ ഫ്രീ ട്രേസ് ഉണ്ടല്ലോ, അത് ഫുള്ള് 27 എന്തോ കിട്ടും. അപ്പോൾ അത് ഫുള്ള് കറക്കി തീർത്തിട്ട് നിങ്ങൾ ഈ സെലക്ഷൻ കോൺട്രാക്റ്റ് എടുക്കുക. അപ്പോൾ ഫുള്ള് ഒരുമിച്ച് ഇറക്കണമെന്ന് വെച്ചാൽ ഒരുമിച്ച് ഇറക്കാം, ഒന്നൊന്നായിട്ട് വെച്ച് ഇറക്കണമെങ്കിൽ ഒന്നൊന്നായിട്ട് വെച്ച് ഇറക്കാം. അതൊക്കെ നിങ്ങളുടെ ഇഷ്ടം. അപ്പോൾ ഒരുമിച്ച് ഇറക്കി വെച്ചാലും കൂടി സെറ്റായിരിക്കും. ഒരുമിച്ചങ്ങ് മൂഞ്ചാം, അല്ലെങ്കിൽ ഒന്നൊന്നായിട്ട് ഇറക്കിയാൽ പയ്യെ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുക. അപ്പോൾ അത് എന്തായാലും 27 കറക്കിയിട്ട് നിങ്ങളത് എടുക്കാൻ ശ്രമിക്കുക. ഇപ്പോൾ നിങ്ങളിപ്പോൾ ഇതിൽ നിന്നാണ് ഒരു പ്ലെയർ എടുത്തെങ്കിൽ ആ പ്ലെയറെ തന്നെ
ഈ കറക്കണമെന്ന് കിട്ടും. അപ്പോൾ അതുകൊണ്ട് അതും കൂടി ശ്രദ്ധിക്കുക. അപ്പോൾ ഈ ഒരു വീഡിയോ എല്ലാവർക്കും യൂസ്ഫുൾ ആണെന്ന് വിചാരിക്കണം. അപ്പോൾ നിങ്ങളുടെ ഡൗട്ടും കാര്യങ്ങളൊക്കെ മാറിയെന്ന് വിചാരിക്കണം. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. പിന്നെ ഇൻസ്റ്റയിൽ ഫോളോ ചെയ്യാത്തവർ ഇൻസ്റ്റയിലും കൂടി ഫോളോ ചെയ്തേക്കുക. ലിങ്ക് ഞാൻ കൊടുത്തേക്കാം, ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. അപ്പോൾ അടുത്തൊരു യൂസ്ഫുൾ വീഡിയോ ആയിട്ട് കാണുന്നവരേക്കും ഓക്കെ ഗൈസ്, ബൈ.